പണ്ട് കാലത്തെ ഡയറക്ടർമാർ ഇപ്പോൾ പ്രിയദർശൻ സാറിന് അപ്പോൾ ഞാൻ പ്രിയദർശൻ സാറിനോട് വർക്ക് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം ടെക്നോളജികളൊക്കെ യൂസ് ചെയ്യുന്നത് ഷൂട്ടിങ്ങിന് ഇപ്പോൾ അദ്ദേഹത്തിന് വേണ്ടതെല്ലാം എടുത്തതിന് ശേഷം പിന്നീട് ആണ് ഷൂട്ടിംഗ് കഴിഞ്ഞ് അതിൻ്റെ എഡിറ്റിങ്ങിലും മറ്റു ഏരിയകളിലുമാണ് ഉപയോഗിച്ചത്. ഇന്നിപ്പോൾ നമുക്ക് കുറേ കൂടി എളുപ്പമാണ്. കാരണം അപ്പം തന്നെ നമുക്ക് കാണാം. സ്പോട്ട് എഡിറ്റിംഗ് വർഷങ്ങളായി മുമ്പേ വന്നു കഴിഞ്ഞു. സ്പോട്ടിൽ തന്നെ എഡിറ്റ് ചെയ്തിട്ട് നമുക്ക് കുറവുകളുണ്ടോ കണ്ടിന്യൂറ്റി നോക്കാം, കാര്യങ്ങൾ ചെയ്യാം. ഇതൊന്നും ഇല്ലാതെ പ്രിയദർശൻ സാറൊക്കെ വർക്ക് ചെയ്തേക്കണേ. ഞാനിപ്പോൾ സാറിൻ്റെ കൂടെ കൊറോണ പേപ്പേഴ്സ് ചെയ്യുമ്പോൾ സാറ് മോണിറ്ററിൽ അപൂർവമാണ് ഇരിക്കുന്നുണ്ടല്ലോ. സ്പോട്ട് എഡിറ്റിംഗ് സാധനമേ ഇല്ല അവിടെ. അദ്ദേഹത്തിൻ്റെ മൈൻഡിലാണ് ഈ എഡിറ്റിംഗ് നടക്കുന്നത്. ആളുകൾ നമ്മുടെ മുമ്പിൽ ഇങ്ങനെ വന്ന് നിൽക്കുള്ളൂ. ഡയലോഗ് പറയുമ്പോൾ നമ്മുടെ മുഖത്ത് നോക്കി ഓക്കെ 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 കട്ട് സാധനം കിട്ടി കൊടുക്കും. അപ്പോൾ മറ്റേ നമ്മളത് കഴിഞ്ഞ് ഒരാൾ അവിടെ നിന്നും ഇപ്പോൾ നമ്മൾ ഫ്രെയിമിൽ മോണിറ്ററിൽ മോണിറ്ററിൽ കണ്ടു കഴിഞ്ഞിട്ട് സ്പോട്ട് എഡിറ്റ് എടുത്ത് നോക്കി കാര്യം കഴിഞ്ഞാൽ കിട്ടി അപ്പോൾ അത് കറക്റ്റ് ഓക്കെ എല്ലാം ശരി. അതുപോലെ ചുറ്റുള്ള അസിസ്റ്റൻസ് സാർ അവിടെ കണ്ടിന്യൂ ചെയ്തു. അങ്ങനെ അതായത് ഇത് പ്രിയദർശൻ സാറിൻ്റെ ഒന്നുമില്ല. സാറും ഡയറക്റ്റ് നോക്കിയിരിക്കും, അങ്ങനെ നോക്കിയിരുന്നിട്ടാണ് പരിപാടി. അപ്പോൾ അതൊക്കെ അന്ന് തൊട്ടുള്ള വർഷങ്ങളുടെ എക്സ്പീരിയൻസും അവരുടെയൊക്കെ കാലത്ത് ഫിലിമിൽ ഷൂട്ട് ചെയ്തിരുന്ന കാലത്ത്. ഇപ്പോൾ പറയും അന്ന് ഇപ്പോൾ നമ്മുടെ ദേവാസുരം സിനിമയിൽ ആ ക്ലൈമാക്സ് ഫൈറ്റ് അന്നൊക്കെ ഒന്ന് ആലോചിക്കുക. സ്പോട്ട് എഡിറ്റില്ല ഒന്നുമില്ലാത്ത കാലത്ത് ഇത്രയും കട്ട്സ് എടുത്തേക്കണേന്ന്. ഇത് അന്ന് നമുക്ക് കട്ട് ചെയ്തിട്ട് മോണിറ്ററിലൊന്നും കാണുന്നില്ല. അവർ പിന്നെ അവിടെ പോയിട്ട് എഡിറ്റിംഗ് സ്ഥലത്താണ് കാണുന്നത്. എഡിറ്റിംഗ് അവിടെ കൊല്ലം നമ്മുടെ ചെന്നൈ ചെന്നിട്ടാണ് പിന്നെ അവർ കാണാം.